മാത്രമല്ല ഞാൻ അഭിനയിച്ച ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചൊക്കെ രഞ്ജിത പടത്തിലാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഈ ചെല്ലി പറയുമ്പോൾ ജീവിതത്തിൽ ബ്രേക്ക് എന്ന് അന്നൊക്കെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ആദ്യം സുറുമയിട്ട കണ്ണുകൾ മുതൽ അഭിനയിച്ച പടങ്ങളൊക്കെ ചെറുപ്പക്കാരൻ, അല്ല പോലീസ് ഓഫീസർ, കോളേജ്, പിന്നെ ഗുണ്ട, ഇങ്ങനെ പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഈ സിനിമയ്ക്ക് അന്ന് വരെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പം അച്ഛനാണെങ്കിൽ മധുസാറ്, അല്ലെങ്കിൽ വില്ലനാണെങ്കിൽ ജോസ് പ്രകാശ്, അങ്ങനെ ഓരോരുത്തർക്കും ഗോവിന്ദൻകുട്ടി ചേട്ടൻ വില്ലൻ, ശങ്കരാടി ചേട്ടൻ അമ്മാവൻ, ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അവർ വന്നാൽ അതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളൊരു ഓഡിയൻസും അവർ സെറ്റപ്പ് അങ്ങനെയാണ് സിനിമയുടെ. അന്നാണ് ഈ ഏകലവ്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ക്യാരക്ടർ. അപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, എടോ അപ്പം ഞങ്ങൾ എല്ലാ സിനിമകളിലും ഉണ്ട്, അപ്പം ഇതിലും എടോ നമ്മുടെ പടം തുടങ്ങാൻ പോയതാണ്. അപ്പോൾ ഞാൻ എന്താ വേഷം എന്ന്, അതൊരു പോലീസ് ഓഫീസർ. അപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് അങ്ങനെ പറയാവുന്ന ഒരാളും മലയാള സിനിമ ഇദ്ദേഹമേ ഉള്ളൂ. ഒരു സിനിമ ചോദിച്ചിട്ട് ഞാൻ എത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ആരും പറയൂ? ഞാൻ ഇന്നൊരാരോടും പറഞ്ഞിട്ടുമില്ല. ഇയാളോട് ഞാൻ അത് വേണ്ട, ഞാൻ ചെയ്തില്ല. ഇവിടെ വേറെ വേഷമൊന്നുമില്ല. അവൻ വേഷമില്ല, വേണ്ട, ഞാൻ അത് എന്താണ് വേറെ വേഷം ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെയുള്ളത് വയസ്സം വേഷ. ഞാൻ ചെയ്യാം, വയസ്സം വേഷം താൻ ചെയ്യൂ. ഇത് പറഞ്ഞ് ഞാൻ മേടിച്ചു. പക്ഷെ മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് വിശ്വസിപ്പിക്കേണ്ട പ്രേക്ഷകനെ. അപ്പൊ അത് ആൾക്കാരെ വിശ്വസിപ്പിക്കാന്നുള്ള വലിയ പാടാ. നാടകത്തിലാണെങ്കിൽ ഒരു നാടകം കാണാൻ പ്രേക്ഷകൻ വരുമ്പോൾ ഒരാളുടെ കഥാപാത്രം ഒരു അപ്പൂപ്പനായിട്ട് വന്നാൽ അപ്പൂപ്പൻ ആ നടനെ കാണുന്നുള്ളൂ, ആ കഥാപാത്രത്തെ കാണുന്നു, നടനെ കാണുന്നില്ല. സിനിമേനല്ല, സിനിമയിൽ ആദ്യം നടനെ കാണുന്നത്. ഇന്നയാള് അല്ലെ പ്രേം നസീർ, അല്ലെ ഗോവിന്ദൻകുട്ടി, ജോസ് പ്രകാശ്, അങ്ങനെ കാണുന്നൊരു സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടർ ചെയ്യേണ്ടത്. അതെന്നോട് ചെയ്യാൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. ഇപ്പോഴും ഞാൻ ഈ വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ എനിക്കുള്ളൊരു ശക്തി അതാണ്. അങ്ങനെ അത് ചെയ്യാൻ പിന്നെ എനിക്ക് എന്തും ചെയ്യാം. സൈക്കിളിൽ കയറുന്ന പോലെയാണ് ഈ ക്യാരക്ടർ റോൾ ചെയ്യുന്നത്. പിന്നെ ശിവപ്പ എന്ന് പറഞ്ഞ റോള്, മറ്റേ മാഫിയയില്, പിന്നെ രൗദ്രത്തില് അപ്പിച്ചായും, ശരിക്കും പറഞ്ഞ അപ്പിച്ചായും ചേറാടിക്കര ഒന്നാ. സത്യത്തിൽ ക്യാരക്ടർ വൈസ് രണ്ടിന്റെ സ്വഭാവം ഒന്നല്ല. അപ്പൊ ഞങ്ങളും സംസാരിച്ചിടും അതും ഇതൊക്കെ. അപ്പോഴാണ് അങ്ങനെ പുള്ളിയെ വേറെ ആക്കാം, പുള്ളി ഇന്ന പോലെ ചെയ്യാം, അങ്ങനെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ ജീവിതത്തിൽ ഒരാൾ ഇദ്ദേഹം. കുട്ടന്റെ മേക്കപ്പ് പോലും പകുതി ചെയ്യുന്നത് ഞാൻ. അതെ അതെ. അപ്പൊ അങ്ങനെ അപ്പിച്ചായയുടെ അങ്ങനെ നമുക്കൊരു വേറെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു, എന്നാലും കൂടെ ഇരുന്ന് ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എത്താൻ പറ്റണ്ടേ. അപ്പൊ അത്രമാത്രം ഒന്നിച്ച് ഒരേപോലെ ചിന്തിക്കാൻ പറ്റും. പിന്നെ ക്യാരക്ടേഴ്സ്, രഞ്ജിയുടെ ഡയലോഗിനെ പറ്റി എല്ലാവരും പറയും, രഞ്ജി പണിക്കാരുടെ ഡയലോഗ് ഇപ്പോഴും ആൾക്കാർ പറയുന്നതാണ്. അങ്ങനെ എഴുതാൻ പറ്റുന്ന ആരും ഇല്ല ഇപ്പോൾ. അതും അദ്ദേഹത്തിൻ്റെ മാത്രമേ ശൈലിയാണ്. പക്ഷെ അത് പറയുമ്പോൾ റെൻഡർ ചെയ്യുമ്പം ഞാൻ ഇപ്പോഴൊക്കെ സാധാരണ ഞാൻ അങ്ങനെ ഞാൻ തന്നെ എൻ്റെ റെൻഡറിങ് ആ കഥാപാത്രം അനുസരിച്ചാണ്. പക്ഷെ രഞ്ജിയുടെ കാര്യം ഞാൻ ചുടുവത് എങ്ങനെയായിരുന്നു. അപ്പോൾ അത് എവിടെ പോസ്, ഒരു ലെങ്തി ഡയലോഗാണ്, അതിന് എവിടെ പോസ്, എവിടെയാണ് നമ്മൾ ആ പോസ് കൂട്ടേണ്ടത്, അല്ല എവിടെ മുറിക്കണം, അത് കോമ എവിടെ വേണം, കുത്ത ഇന്നൊരു രീതിയുണ്ട്. അത് പറയുമ്പം ആ അർത്ഥം കിട്ടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ പറ്റും. അപ്പം ഞാൻ രഞ്ജിയോട് ചോദിക്കും, എന്നിട്ട് ഞാനത് എൻ്റെ രീതിയിൽ പറയും. പക്ഷെ ഇയാൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള എഴുത്തുകാർ കുറവാണ്. ആരും മോശമായിട്ട് ഞാൻ പറയല്ല. അങ്ങനത്തെ ഡയലോഗ് എഴുതുമ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞാലേ അതിന് അർത്ഥമുള്ളൂ. ഇല്ല, അർത്ഥമില്ല. ഈ വാക്കുകൾക്ക് അർത്ഥമില്ലല്ലോ. വാക്കുകൾക്ക് എന്താ അർത്ഥം? അത് പ്രയോഗിക്കുമ്പോഴേ അർത്ഥം ഉണ്ടാകുന്നത്. അത് ഇന്ന രീതിയിൽ പ്രയോഗിക്കണമെന്ന് വെച്ചൊരു കഥാകൃത്ത് എഴുതുമ്പോഴാണ് ആ വാചകത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. അല്ലെ വാക്കുകൾക്ക് എവിടെ അർത്ഥം? അത് വാക്കുകളെല്ലാം കൂടെ കൂടി ഒരു വാചകമാകുമ്പോഴല്ലേ അർത്ഥം ഉണ്ടാകും. അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ കഥാകൃത്തായിരിക്കണം. അല്ല ചുമ്മാ വലിച്ചു നീട്ടി എഴുതി വെച്ചാൽ പറയാൻ പറ്റില്ല. അതാണ് പലർക്കും പറ്റുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും സ്നേഹിതരും ഞങ്ങൾ ഇതിനകത്ത് ഒരു സീൻ അഭിനയിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതം. അപ്പോൾ അത് ആ സീൻ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞങ്ങൾ ചെയ്ത് വന്നപ്പോൾ അതൊരു വേറെ രീതിയിലായി. ഇവരൊക്കെ അത് പറയുകയും ചെയ്തത്, ഞാനും ബിഷപ്പും. അല്ല, അത് ഇപ്പം നമ്മളത് ചോദിച്ചപ്പോൾ നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ്. അറിയാലേ കുട്ടൻ വന്നിറങ്ങി ആദ്യം അഭിനയിക്കുന്നതിന്റെ സുരേഷ് ഗോപിയായിട്ടുള്ള ആ കൺഫ്രണ്ടേഷനാണ്. ഗീതയൊക്കെ ചേർന്നിട്ടുള്ള അവിടെ വന്നിട്ട് നിന്നെ തീർത്തുകളയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടൻ ഇങ്ങനെ നിന്ന് വിറയ്ക്കുകയാണ്. അത് അഭിനയിക്കാനുള്ള ഭയം കൊണ്ടുള്ള വരല്ലേ, ഈ ക്യാരക്ടറുടെ ഒരു ബാധ പോലെ കയറി. ഒരൊറ്റ മാഗസീനാണ്. അതെ, ഒരു മാഗസീൻ്റെ 450 അടിയാ. അത് ഒറ്റ ഷോട്ടിലാണ്, ഒറ്റ ഷോട്ട്. അതായത് ഞാൻ കാറെ വന്ന് ഇറങ്ങുന്നു, അവിടെ ഇറങ്ങുന്നു,
ഡയലോഗ് മുഴുവൻ എനിക്കാണ്. ഒരുപാട് ഡയലോഗ് ഫുൾ ഡയലോഗ് എനിക്കുള്ളൂ. കുട്ടൻ ചെയ്യുന്ന വേറെ ആർക്കും ഫസ്റ്റ് ഡയലോഗ് ഇല്ല. ചേറാടിക്കറിയുടെ ഫസ്റ്റ് സീൻ വേറെ ആർക്കും ഡയലോഗ് ഇല്ല. That's why കുട്ടേട്ടാ you are here. അല്ല വേറെ ഒരാൾക്കും ഡയലോഗ് ഉണ്ട്. ഇത് മുഴുവൻ പറയാൻ വേണം, പറയാൻ പറ്റുമോ? എന്നിട്ട് എന്നും മുത്തിട്ടുള്ളെന്ന് പറയല്ലേ എന്ന് പറഞ്ഞു. അല്ല ഇത് ഡയലോഗ് പ്രോംപ്റ്റ് ആണോ അല്ല അത് കഴിഞ്ഞിട്ടുള്ള അനുഭവം പറയും പുള്ളി. പ്രോംപ്റ്റ് ഇല്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ. ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നെ സുരേഷ് ഗോപി അടിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നെ സുരേഷ് ഗോപി അടിക്കുന്നു, ഞാൻ വീണ്ടും ഞാൻ എഴുന്നേക്കുന്നു, തേറി പറയുന്നു, വീണ്ടും സുരേഷ് ഗോപി നിൽക്കുന്നു. അവസാനം ഞങ്ങൾ അവശരായി. ഞാൻ കട്ട് പറയുന്നില്ല, പറയാൻ പറഞ്ഞു ഷാജി ഇങ്ങനെ ഞാനിങ്ങനെ വീട്ടിൽ വെച്ച് ഞാൻ നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും വലിയൊരു ആണ് ഇത് എഴുതിയാണ്. അയാളുടെ ക്യാരക്ടറിനെ പറ്റി അയാൾ തന്നെ, അതായത് നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു സർക്കിൾ റെസ്പോൺസ് ഉണ്ടാവില്ല. ആ റെസ്പോൺസ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിലെ വളരെ എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല ഇതിന്റെ അകത്ത് ആ മോമെന്റ് കുട്ടൻ ഈ ക്യാരക്ടർ ചെയ്യുമോ എന്നുള്ളൊരു കുട്ടനെ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഏജ്, ആ ഏജ് ഇയാളുടെ ശരീരത്തിന്റെ നഖം മുതൽ മുടി വരെ ആ ഏജിലേക്ക് അയാൾ വരണം. ഭയങ്കര പ്രത്യേകതകളുള്ളൊരു ബോഡി ലാംഗ്വേജും റെൻഡറിങ്ങും ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പൊ അതിങ്ങനെ നമ്മൾ നിറയുകയാണ്, ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് നിറഞ്ഞാടുന്ന കണ്ടിട്ട്. ചെവിയിലൊക്കെ രോമവും അതിന്റെ ഒരു പവർ ഉണ്ടല്ലോ, ഓരോ അവയവങ്ങളും വിരല് മുറിക്കുമ്പോ ചേരാടിക്കറിയതിന് കാട്ടിക്കേറി കൊമ്പനാനയുടെ കണ്ണി വെടിവെച്ചിട്ടുള്ളവനാടാ കറിയ എന്ന് പറയുന്നില്ല. അപ്പോഴും അയാൾ കീഴടങ്ങുന്നതേ ഇല്ലല്ലോ. ആ എന്തായാലും സാറേ ഞങ്ങൾക്കൊരു അടുത്ത പടക്കം ഹൈദരാലി ചോദിക്കുന്നത് ഇങ്ങോട്ട് ചേർന്നില്ല, നമുക്ക് അങ്ങോട്ട് ഡയലോഗ് എഴുതി കഴിഞ്ഞ് കൊടുക്കുമ്പോഴേ കുട്ടേട്ടുണ്ടായ വിറയൽ ആദ്യം ഉണ്ടാകും. അല്ല കുട്ടന് അഭിനയിക്കാനുള്ള വിറയലല്ല, അതല്ല ഇവിടെ അല്ല ഇവിടെ കൊടുക്കുന്നതല്ലേ, ഇവിടെ കൊടുക്കുന്നത് അല്ല എനിക്കല്ല ഇവിടെ ഉണ്ടാന്ന് പറയല്ലേ, അത് വേറെ വേറെല്ലായിരിക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ, അത് കുട്ടിയായിട്ട് ഇപ്പൊ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റാണ്. ആ പറയുമ്പോ കണ്ണ് നിറയുന്നു, രഞ്ജേട്ടന്റെ കണ്ണ് നിറയുന്നു പറയുമ്പോ ആ കഥാപാത്രം ഉൾക്കൊണ്ടതിന്റെ ഒരു സന്തോഷത്തിന്റെ കണ്ണീരാണല്ലോ ഉണ്ടാവുക. അല്ല അതിനേക്കാൾ എനിക്ക് കിട്ടിയൊരു വലിയ പാരിതോഷികം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് ഞാൻ NN പിള്ള സാറിനെ കണ്ടപ്പം വീട്ടിൽ പോയപ്പോൾ കണ്ടപ്പോൾ എടാ കുട്ടൻ ഇപ്പോഴാ ഒരു നടനായത്. അല്ല അച്ഛനെപ്പോഴും ഈ ക്യാരക്ടറോട് ചെയ്തു, ഞാൻ നാടകത്തിലൊക്കെ ക്യാരക്ടറോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഒരു എല്ലാ ക്യാരക്ടറും ഇപ്പൊ നമ്മളായിട്ട് ചെയ്യുമ്പോ നമുക്ക് തന്നെ അത്ര വലിയ എനിക്കില്ല കേട്ടോ, എന്നെ അത്ര ശരിക്കും ഞാൻ വേറൊരു ക്യാരക്ടറായിരുന്നു. അച്ഛൻ ഏകലവൻ തിയേറ്ററിൽ പോയി പിന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന് കൂട്ടുകാരുടെ ശരിക്കും അല്ല ചെയ്യാവുന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവും, വിശ്വസിപ്പിക്കാവുന്നേ. കുട്ടന്റെ ഗംഭീരമായ പെർഫോമൻസ് ആണ് ഇതില് അപ്പിച്ചായി എന്ന് പറയുന്ന അതിഗംഭീരം. അത് സൂക്ഷ്മമായിട്ട് നമ്മൾ കണ്ടാൽ അതിഗംഭീരമായ പെർഫോമൻസ് ആണ്. അതിലെ ചില ക്ലോസ് ഷോട്ടുകളിലെ ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് ഒരു നമുക്ക് സങ്കല്പിക്കും. നമ്മളിങ്ങനെ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഇയാളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ആ മോമെന്റ് ഭയങ്കര ഇതാണ്. കാരണം അയാൾ മകനായിട്ട് സങ്കല്പിച്ച ഒരാൾ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു നേരെ നെറ്റിക്ക് തോക്ക് ചൂണ്ടി ഇങ്ങനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിരിക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് എപ്പോഴെങ്കിലും കണ്ടു നോക്കണം. അതൊരു മാസ്റ്റർ പീസ് മോമെന്റ്. രണ്ടുപേർക്ക് എനിക്കൊരു ഭാഗ്യമുണ്ട്, രണ്ടുപേരുടെ പേര്. ഷാജി കൈലാസ് സാറിന്റെ വരവില് എന്റെ ക്യാരക്ടറിന്റെ പേര് CA ഇക്ബാൽ, ഷാജി സാർ പ്ലേസ് ചെയ്ത കമ്മീഷണർ ഇക്ബാൽ ഭയങ്കര ഹുക്കായ ഒരു ക്യാരക്ടർ, ഇമോഷണലി. അങ്ങനെയൊക്കെയാണ് കഥകൾ കേൾക്കാനാണ് ഇവരുടെ കഥകൾ കേട്ട് ഇരിക്കാൻ നമുക്ക് ഒത്തിരി, പക്ഷെ സമയക്കുറവുണ്ട്. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ഏതായിരിക്കും പറയാൻ പറ്റുവാണെങ്കിൽ? പത്രം പത്രത്തിലല്ലേ? എന്താണ് ആ പത്രത്തിനുള്ള അത്രയും ഒരു പ്രിയം തോന്നാനുള്ള കാരണം ഉണ്ടാവില്ല നമുക്ക്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സിനിമ ആസ് എ പാക്കേജ് അച്ഛൻ്റെ മറ്റ് സിനിമകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത ഉള്ളൊരു സിനിമയായിരുന്നു അത്. പിന്നെ അത് മീഡിയയെ പറ്റി അങ്ങനെ അത്തരം സിനിമകൾ ഇറങ്ങിയിട്ടില്ലല്ലോ. മീഡിയ എനിക്ക് അതിന് മുന്നേ ഇറങ്ങിയൊരു സിനിമ വാർത്തയാണ്, അങ്ങനത്തെ സിനിമ ഇറങ്ങിയത്. അതൊക്കെയാണ് അതിൻ്റെ കാരണം. സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വീട്ടിൽ? എല്ലാത്തിനെയും പറ്റി സംസാരിക്കാറുണ്ട്, അതിനൊപ്പം സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട്. അല്ലേ? അല്ല സിനിമ അച്ഛൻ്റെ ഓരോ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ ആ കഥാപാത്രങ്ങളെ കുറിച്ചും. സംസാരിക്കാറുണ്ട്. അച്ഛനിലെ ഏറ്റവും കണ്ട പോസിറ്റീവ് വശം എന്താണ്?
അച്ഛൻ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ടാണ്. എനിക്കൊന്നും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ തന്നെയാണ്. അത് തന്നെയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇല്ല അതിനകത്ത് എല്ലാം തുറന്നു പറയാൻ പറ്റിയ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതെ. ആ രീതിക്ക് പോകുമ്പോഴാണ് ഒരു അച്ഛനും മോനുമായിട്ട് ഏറ്റവും സൗഹൃദം വരുന്നു. അതങ്ങനെ തന്നെ തുടർന്ന് പോകണം. കുട്ടേട്ട മോൻ ഇപ്പം ആക്റ്റീവായിട്ട് സിനിമയിൽ വന്ന് കളങ്കാവിലൊക്കെ ആ വഴി തെറ്റിച്ചു വിടുന്നവരെ അങ്ങനെയാണ് സൈനയുടെ ഒക്കെ ആയിട്ട് പോകുന്നത്. ഞാൻ കണ്ടില്ല. ഇപ്പൊ 2 സിനിമയിലാ. ഇതില് മമ്മൂക്കാനെ വഴി തെറ്റിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ്. നമ്മളീ പുതിയ വന്നവർക്കൊന്നും പണിയില്ല. ഇവരൊക്കെ ഇറങ്ങി തിരിച്ചേക്കോളാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ അറിഞ്ഞത് തന്നെ അവൻ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പറഞ്ഞില്ല. എന്തായാലും സൂപ്പർ ഹിറ്റ് ആട്ടെ ആഘോഷം. നമുക്ക് ഇവരുടെ കഥകൾ കുറച്ച് കേൾക്കാൻ പറ്റി. നമുക്ക് അതൊരു അനുഭവമാണ്. നമുക്കൊക്കെ ഒരു അനുഭവമാണ് അല്ലേ? അങ്ങനെ ഒരുപാട് നാളുകൾക്ക് നമ്മൾ അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഹൈദരാലിക്ക് ഒരു നല്ല ഇന്റർവ്യൂ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആഘോഷിക്കാം. നമുക്ക് ആഘോഷിക്കാം. പെട്ടെന്ന് അതല്ല സമയമില്ലല്ലോ. അപ്പൊ നമ്മളൊന്നും വേണ്ടാതെ അങ്ങ് പോവാം. അല്ല ഇത്രയും പോരെ. മതി 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 മതി. ഇതുവരെ തോന്നാത്ത ഒരു ബഹുമാനം അങ്ങനെ നന്നായിട്ടുണ്ട്. ഇനി മോ ഹാപ്പിയാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 100% ഹാപ്പി. ഒരു ആഘോഷത്തിനൊരു ഒരു ആഘോഷത്തിന് നമ്മളൊന്നും മോശം പറഞ്ഞില്ലല്ലോ ഹൈദരാലിയെ കുറിച്ച്. അതാണ് ഈ ഇന്റർവ്യൂവിന്റെ ഇതെങ്ങനെ തയ്ച്ചു എന്നുള്ളതാണ്. അതല്ല എല്ലാ ഇന്റർവ്യൂവിലും ചോദ്യം ചോദിക്കുകയൊക്കെ അല്ലേ. പക്ഷെ ഇത് ഇദ്ദേഹം കൂടി ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്കി ഇന്റർവ്യൂവിൽ ഒരാൾ ചോദ്യം ചോദിക്കുന്നു മറുപടി ഇല്ല. നിങ്ങളും ഇതിന്റെ ഭാഗമാകുന്നില്ലേ? നമ്മൾ ഇതിന്റെ മാത്രമായ ഒരു സ്പേസ് ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ ബാക്കി കണ്ടു നോക്കൂ. അപ്പൊ അറിയാം നിങ്ങൾക്ക്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.